Hey all, കുറച്ച് കാലങ്ങളായിട്ട് എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നതാണ് ഈ ഒരു പ്രൊഡക്റ്റ് റിവ്യൂ ചെയ്യുമെന്ന്. അങ്ങനെ പറയണമെങ്കിൽ എന്നോട് ആരെങ്കിലും ചോദിക്കണ്ടേ? അങ്ങനെ ആരും ചോദിക്കാത്തതുകൊണ്ട് ഞാൻ തന്നെ വാങ്ങിച്ചിട്ടുള്ള ഒരു ബ്ലൂടൂത്ത് സ്പീക്കറാണത്. 280 റുപ്പീസാണ് ആയിട്ടുള്ളത്. മീഷോ എന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഫ്ലിപ്കാർട്ടിലും ആമസോണിലും എല്ലാം അവൈലബിൾ ആണ്. മീഷോയിൽ മാത്രം പൈസ കുറവായതുകൊണ്ടാണ് അവിടുന്ന് വാങ്ങിച്ചത്. ഇതിപ്പോൾ 2025 ഏത് പ്രൊഡക്റ്റ് വാങ്ങിക്കുന്ന സമയത്തും ഇതുപോലെ ടൈപ്പ് സി ഉള്ള പ്രൊഡക്റ്റ് മാത്രം നോക്കി വാങ്ങിക്കാം. നല്ലൊരു പാക്കേജിങ്ങിലാണ് വന്നിട്ടുള്ളത്. ഇതിന്റെ കളർ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പക്ഷേ കളർ നോക്കി വാങ്ങിക്കാനുള്ള ഒരു ഓപ്ഷൻ അവർ കൊടുത്തിട്ടില്ല. നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും കളർ നമുക്ക് വരും. ഇതിന്റെ അകത്താണെങ്കിൽ ഒരുപാട് ഓപ്ഷൻസും കൊടുത്തിട്ടുണ്ട്. ഓക്സ് കേബിൾ കൊടുത്തിട്ടുണ്ട്, മെമ്മറി കാർഡ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്ലൂടൂത്ത് വേണമെങ്കിൽ അതുണ്ട്, FM വേണമെങ്കിൽ അതുണ്ട്. ഇനി ഇതൊന്നും പോരെങ്കിൽ നമുക്ക് വേണമെങ്കിൽ USB വെച്ചിട്ടും കണക്ട് ചെയ്യാം. ഇന്നത്തെ കാലത്ത് ആരെങ്കിലും FM റേഡിയോ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും അവരൊരു ആന്റിനൊക്കെ പുറത്തോട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. Welcome to MC Music World. Bluetooth mode. ഈ ഒരു സൗണ്ട് എനിക്ക് ഭയങ്കര അരോചകമായിട്ട് തോന്നിയിട്ടുണ്ട്. എന്തായാലും വേണമെങ്കിൽ ഓൺ ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് താഴത്തോട്ട് പിടിച്ചാലോ അല്ലെങ്കിൽ കൈപൊത്തി പിടിച്ചാലോ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ സൗണ്ട് കേൾക്കാതിരിക്കാം. നമ്മുടെ കുഞ്ഞൻ സ്പീക്കറിന്റെ സൗണ്ട് കേട്ടില്ലേ? അധികം ബോറടിപ്പിക്കുന്ന സൗണ്ടും കാര്യങ്ങളൊന്നുമില്ല. കാരണം അതിൽ ബ്ലൂടൂത്ത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതിൽ ബ്ലൂടൂത്ത്, FM, USB എല്ലാം വരുന്നതുകൊണ്ട് അവർ പറയും ഇന്ന മോഡലാണുള്ളതെന്ന്. അത് ആക്ച്വലി അതിന് വേണ്ടത് തന്നെയാണ്. പക്ഷെ ചില സമയത്ത് നമുക്ക് കേൾക്കുമ്പോൾ ഇത്ര സൗണ്ട് വേണ്ടായിരുന്നു എന്ന് തോന്നാം. എന്തായാലും നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ആളിത്തിരി ഹെവി ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ലൊരു ബേസ് ഞാൻ എന്തായാലും ഇതിന്റെ അകത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്. നമുക്കൊരു പാട്ടൊക്കെ വെച്ചിട്ട് നോക്കാം. ആള് വിചാരിച്ച പോലെ അല്ല കേട്ടോ. ആ ഒരു ബേസ് കറക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു 280 റുപ്പീസിന്റെ ബേസ് ആ ഒരു ക്വാളിറ്റി കാണിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് 200 റുപ്പീസിന്റെ സ്പീക്കറായിട്ട് നമുക്ക് ഇതിനൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ആകെ ഇത് രണ്ടും തമ്മിൽ ഒരു 80 റുപ്പീസിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്നാലും നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്തിട്ട് നോക്കാം. രണ്ടിലും മാക്സ് വോളിയം കൊടുത്തിട്ടുണ്ട്. കമ്പയർ ചെയ്തിട്ട് റിസൾട്ട് ഞാൻ ലാസ്റ്റ് പറയാം. ആ ഒരു സ്പീക്കറിന്റെ ഡയമീറ്റർ വലുതായത് കൊണ്ട് തന്നെ ആ ഒരു ബേസ് കറക്റ്റ് ഫീൽ ആവുന്നുണ്ട്. നമ്മൾ ടേബിളിൽ വെക്കുന്ന സമയത്ത്, കയ്യിൽ പിടിക്കുന്ന സമയത്തോ ഇതിന്റെ മുകളിൽ എന്തെങ്കിലും ഒബ്ജക്റ്റ് വെച്ചാലോ ആ ഒരു തമ്പ് നമുക്ക് ഫീൽ ആവുന്നുണ്ട്. പക്ഷെ ഇതിന്റെ ഒരു പ്രോബ്ലം എന്താന്ന് പറഞ്ഞാൽ 100% വോളത്തിലിടുന്ന സമയത്ത് ഇതിന്റെ ആ ട്രബിൾ കുറച്ച് ഒരു ചിലപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഒരു 75-80 ആ ഒരു റേഞ്ചിൽ ഇടുകയാണെങ്കിൽ കിടിലമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഒരു ഫൈനൽ വേർഡിക്റ്റ് എന്താന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ റൂമിൽ അത്യാവശ്യം ബേസോട് കൂടി നമുക്കൊരു സോങ് എൻജോയ് ചെയ്യണമെങ്കിൽ മസ്റ്റായിട്ട് ഇത് വാങ്ങിച്ചോ. ഒരു 80% വരെ വോളത്തിൽ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. 80യുടെ മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ആ കുറച്ച് ഒരു ക്ലാരിറ്റി കുറവും. പക്ഷെ 80യുടെ മുകളിലോട്ട് പോകണ്ട. നമ്മളൊരു റൂമിൻ്റെ അകത്താണെങ്കിൽ ആ ഒരു വോളത്തിൽ സുഖമായിട്ട് നമുക്ക് എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന ബാറ്ററി, ഞാൻ എന്തായാലും അതിന്റെ ഇമേജ് ഇവിടെ സ്ക്രീനിൽ കൊടുക്കാം. അതെന്തായാലും നമ്മൾ അടുത്തുള്ള റിപ്പയർ ഷോപ്പിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഫ്യൂച്ചറിൽ എപ്പോഴെങ്കിലും ഈ ബാറ്ററിക്ക് എന്തെങ്കിലും ഇഷ്യൂ വരികയാണെങ്കിലും നമുക്ക് ആ ബാറ്ററി റീപ്ലേസ് ചെയ്തിട്ട് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിന്റെ സ്പീക്കർ ആണെങ്കിലും നമുക്ക് 100 രൂപയുടെ താഴെ നമുക്ക് ഈ സ്പീക്കറും വാങ്ങിക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ സ്പീക്കറിനായാലും ബാറ്ററിക്കായാലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി യൂസ് ചെയ്യാൻ പറ്റും. 280 റുപ്പീസിന് കിട്ടുന്നത് കൊണ്ട് തന്നെ ആ ഒരു പൈസക്ക് വേർത്തായിട്ട് കിട്ടുന്ന പ്രൊഡക്റ്റ് ആയതുകൊണ്ടും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ഞാൻ എന്തായാലും സജസ്റ്റ് ചെയ്യും. വാങ്ങിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്.